ചാലക്കുടിയിൽ നിന്ന് ചില ദൃശ്യങ്ങൾ വരുന്നു. തഹസിൽദാരുടെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. മലക്കപ്പാറയിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ ദൃശ്യങ്ങൾ കാണാം. ജെയ്സൺ ചാമോ വളപ്പിലുണ്ട്. ജെയ്സൺ, ഉദ്യോഗസ്ഥർ സുരക്ഷിതരായിരുന്നല്ലോ അല്ലേ? വിനീത, ഇന്നലെ പുലർച്ചെ വീരാൻകുടിയിലെ ഒരു വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ പുലി പിടിക്കുകയും പിന്നീട് ബഹളം വെച്ചതിനെ തുടർന്ന് ഈ പുലിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ ചെറിയ വളരെ സുരക്ഷിതമല്ലാത്ത വീടുകളിലാണ് അവിടെ ആളുകൾ കഴിഞ്ഞിരുന്നത്. അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ തൃശ്ശൂർ ചാലക്കുടി തഹസിൽദാർ ഇവിടെ പോവുകയും സ്ഥലം സന്ദർശിക്കുകയും പിന്നീട് അവരെ 7 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ രാത്രി 11:30 സ്വാഭാവികമായും പകൽ തന്നെ നിറയെ കാട്ടാനകളെ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ് ഇതെല്ലാം. അതിനിടയിലാണ് രാത്രി 11:30 തഹസിൽദാരും സംഘവും തിരിച്ചു വരുമ്പോഴാണ് ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ പരിക്കുകളൊന്നും കൂടാതെ വാഹനത്തിന് ചെറിയ കേടുപാടുകൾ മാത്രം സംഭവിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. കാട്ടാന ആക്രമണത്തിന് ശേഷം തിരിച്ച് കാട്ടിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അതീവ ഗുരുതരമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 7ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നതിനിടെയാണ് ഇത്തരമൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വിനീത, ജെയ്സണാണ് വിവരങ്ങൾ നൽകുന്നത്.